കല്ലുകൾ, സ്റ്റോൺസ്, ലിവിങ് സ്റ്റോൺസിനെ കുറിച്ചാണ് ആദ്യം എടുക്കുന്നത്. വേദപുസ്തകത്തിൽ കല്ലുകളെക്കുറിച്ച് പല പ്രാവശ്യവും റെഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കല്ലുകളെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം നമ്മുടെ ചിന്തയിൽ വരുന്നത് യേശു ക്രിസ്തു പറയുന്നുണ്ടല്ലോ, നിങ്ങളാരും എന്നെ ആർത്ത് വിളിക്കുന്നില്ല എങ്കിൽ അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മനുഷ്യനെ ഉണ്ടാക്കി അവരാർത്ത് വിളിക്കുന്നു. അപ്പോൾ കല്ലിന് ജീവനുണ്ട്. ഈ കാണുന്ന കല്ലുകൾ അങ്ങനെ സാധാരണ കല്ലിനെ കുറിച്ച് അന്ന് പറഞ്ഞത്, അല്ലാതെ അവിടെ പ്രഷ്യസ് സ്റ്റോൺസ് ഒന്നും അല്ല. അപ്പം കല്ലുകൾക്ക് ജീവനുണ്ട്. എന്നാൽ ഞാൻ എടുക്കുന്നത് 1 പത്രോസ് 2:4-5 വളരെ പ്രധാനപ്പെട്ടതായ ചില പോയിന്റുകളാണ് ജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കാം. ഉറച്ച കല്ലിൽ, അതായത് പാറയാവുന്ന ക്രിസ്തുവിൽ നമ്മൾ ഉറച്ചു നിൽക്കാൻ വേണ്ടി പഠിക്കുകയാണ്. 1 പത്രോസ് 2:4-5 മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെടുന്നു. നല്ല ഒരു ഉറച്ച ഒരു പാറ, അതായത് നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു ജീവൻ്റെ കല്ലിനെ പ്രാപിച്ചെടുക്കുന്നതായിരിക്കണം. അതുകൊണ്ട് ചിന്തിക്കുന്നത് കർത്താവിൻ്റെ കല്ല് ജീവനാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട്. മനുഷ്യർ തള്ളിയത് ആരാ? യേശുവിനെയാണ്. മനുഷ്യർക്ക് വേണ്ടല്ലോ. എന്നാൽ ഈ ജീവനുള്ള കല്ല് യേശുവാണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ കല്ലിന് ജീവനുണ്ട്, ഈ കല്ലിന്മേൽ ശക്തിയുണ്ട്, ഈ കല്ലിന് ക്രിയേറ്റീവ് പവറുണ്ട്, ഈ കല്ല് ഉറച്ച കല്ലാണ്, ഇത് പാറയായിട്ട് നിൽക്കുന്ന കല്ലാണ്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ അവിടെ ഇവിടെ ഓടി നടക്കുകയാണ്. വിശ്വാസികൾ തന്നെ ഏതെല്ലാം തരത്തിൽ അവിടെ ഇവിടെ ഓടി നടന്ന് ഞാൻ പറയുന്നത്, നമ്മൾ 4 വിശ്വാസികളോട് നമ്മുടെ പ്രശ്നം തന്നെ പറഞ്ഞ അഭിപ്രായം ചോദിച്ച് 5 അഭിപ്രായം അവർ പറഞ്ഞു തരും. കാരണം എല്ലാവർക്കും വചനം അറിയാം. പക്ഷെ അതൊന്നും ആയിരിക്കത്തില്ല നമ്മുടെ ഉത്തരം. അതായിരിക്കത്തില്ല. ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലണം. ജീവകല്ലാകുന്ന ക്രിസ്തുവിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന വെറും ചൂണ്ടുപലകയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറുന്നില്ല എങ്കിൽ വിശ്വാസ ജീവിതത്തിൽ പലരും ഈ കല്ലേ വീണ് പോയിട്ടുണ്ട്. പിന്നെ പൊങ്ങി വന്നിട്ടില്ല. നമ്മൾ വിധിക്കുമല്ലോ. പക്ഷെ ജീവനുള്ള കല്ലേൽ നമ്മളിതാണ് ജീവകല്ല് മക്കളെ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ അവർ പിന്നെ രക്ഷപ്പെട്ട് കയറിപ്പോക്കണം. പിന്നെ നമ്മൾ കയറ്റണ്ട. ഇത് നമ്മൾ കയറ്റി അവസാനം നമ്മളും വീഴും, അവരും വീഴും, നമ്മളും വീഴും. അതാണ് പല വിശ്വാസികളുടെയും ജീവിതത്തിൽ കാണുന്നത്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്. ദൈവത്തിന് ശ്രേഷ്ഠമായ കല്ലുണ്ട്, മാന്യമായ കല്ലുണ്ട്, ഉപയോഗശൂന്യമായതുമുണ്ട്. പക്ഷെ കർത്താവ് ഇവിടെ പറയുന്ന ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് നമ്മളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ എന്താണ് പണിയുന്നത്? ഞാൻ ജീവനുള്ള കല്ലായാൽ പിന്നെ വീട് പണിയുന്നത് ജഡത്തിൻ്റെ ഭവനമല്ല, ആത്മീക ഗൃഹം പണിയാണ്. എൻ്റെ ജോലി മാറി, തലം മാറി ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിക്കത്തക്ക വിശുദ്ധ പുരോഹിതൻ. അതായത് ആത്മീക ഗൃഹം പണിയുന്നതിന് ആത്മീക യാഗം പണിയാൻ യോഗ്യതയുള്ള പുരോഹിതനാക്കി നിന്നെ മാറ്റുന്നു, വിശുദ്ധ പുരോഹിതനാക്കി നിന്നെ മാറ്റുന്നു. ചെറിയ കാര്യമാണ്. നമ്മൾ വീട് പണിയുന്നു. ഇപ്പം നമുക്ക് വീട് പണിയാൽ തന്നെ നമ്മുടെ ഈ നാട്ടിലൊക്കെ 10-60 വർഷം കഴിഞ്ഞ് 10 അധ്വാനം കൊണ്ടാണ് വീട് പണിയുന്നത്. പുറത്തൊക്കെ വീട് പണിയുന്നത് അവർ പണിയല്ല, അവർ വാങ്ങിക്കും, മോർട്ട്ഗേജിന് വാങ്ങിക്കും. വീടെടുത്തിട്ട് ജീവിതകാലം മുഴുവനും അതിൻ്റെ കാശും ഇൻട്രസ്റ്റും കൊടുത്തുകൊണ്ടിരിക്കും. മരിക്കാറാകുമ്പോഴത്തേക്ക് അവരുടേത് പിന്നെ അവർ വിറ്റ് കാശുണ്ടാക്കും. അത് വേറെ. ഇവിടെ ജീവനുള്ള കല്ലായിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണിയുന്നത് ജീവൻ്റെ ആത്മീകമായ ദൈവത്തിന് ഇഷ്ടമുള്ള ആത്മീക ഭവനമല്ലാതെ വേറൊരു ഭവനം പണിയാൻ നമ്മളിത് തുനിയത്തില്ല. ഭർത്താവ് വെച്ച് വീടൊക്കെ പണിത് തരും. പക്ഷെ അത് കഴിയുമ്പോഴെങ്കിലും നീ ആത്മീയ ഭവനം പണിയണേ. ഒരു വീടായി കൂടായി പിന്നെ ജീവിതം തീർന്നു. പിന്നെ നമ്മൾ കൊച്ചുമക്കളെ ഓർത്തിരിക്കും, വർഷത്തിലൊരിക്കൽ അവരെ കണ്ടില്ലെന്നായി. പിന്നെ ഒരു കാല് ശവക്കുഴിയിൽ, മറ്റേ കാല് ഈ വീട്ടിലും.
തീർന്നേ, ജീവിതം തീർന്നു. ഇതാണ് ജീവിതം. ഇതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്, ഇതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട്. നീ മെച്യൂർ ആകുമ്പോൾ ഈ ജീവനുള്ള കല്ല് തൊട്ട് കഴിഞ്ഞു എങ്കിൽ നീ ഒരു ആത്മീയ ഗൃഹം പണിയുന്നവൻ തന്നെയല്ല, നീ ദൈവത്തിൻ്റെ ആത്മീക യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതനാക്കേണ്ടതിന് നിന്നെ പണിതുകൊണ്ടേയിരിക്കുന്നു. എപ്പോഴാണ്? ജീവകല്ല് തൊട്ടപ്പം. ഇത് ജീവകല്ലാണ്. അത് ഇംഗ്ലീഷിൽ ഇച്ചിരി കൂടെ എളുപ്പമാണെന്ന് തോന്നുന്നു മനസ്സിലാക്കാൻ. As you come to him, the living stone, rejected by men but chosen by God and precious to him, you also, like living stones, are being built into the spiritual house to be a holy priesthood, offering spiritual sacrifices acceptable to God through Jesus Christ. We are building spiritual houses. We are doing spiritual work. തലം മാറി. ഇന്നലെ വരെ നമ്മൾ ജോലി ചെയ്തത് വീട്ടിൽ നോക്കാൻ, കുഞ്ഞുങ്ങളെ ഇന്ന് ജോലി ചെയ്യുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്. ഇന്നലെ വരെ നമ്മൾ ഉപദേശം കൊടുത്തത് മക്കൾ നന്നാകാൻ, ഇന്ന് ഉപദേശം കൊടുക്കുന്നത് ദൈവരാജ്യം പണിയാൻ, സ്വർഗരാജ്യം ചുറ്റുപാടും ഉണ്ടാക്കാൻ. നമ്മളിൽ ദൈവരാജ്യം പണിതെടുക്കുമ്പോൾ ചുറ്റുപാടും സ്വർഗരാജ്യം ഉണ്ടാകും. ജീവനുള്ള കല്ലാണെങ്കിൽ അതിൽ നിന്ന് ശക്തി പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും. ജീവനില്ലാത്ത കല്ലാണെങ്കിൽ വല്ലവരും വന്ന് അതേ വീണ് തട്ടിയിട്ട് വീണ് ചത്തുപോകും. അത്രയേ ഉള്ളൂ. അപ്പോൾ ജീവനുള്ള കല്ലായിട്ട് യേശുക്രിസ്തു നിൽക്കുമ്പം നമുക്ക് ആ കല്ലിൻ്റെ അടുക്കലേക്ക് ചെല്ലാം. 1 പത്രോസ് 2:2 പറയുന്നത്, ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. ഇതൊക്കെയാണല്ലോ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. അസൂയ, നുണ, ചതിവ്. എന്നിട്ട് എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. പൗലോസ് പറയുന്നത് ഇപ്പോഴും പാല് കുടിക്കുന്ന സ്റ്റേജാണ്. എങ്കിലാട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ വചനം മായമില്ലാത്തതായ വിശുദ്ധ പാല് കുടിച്ച് നമ്മൾ തൃപ്തരാകണം എന്നാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടും പഠിക്കത്തില്ല, എന്ത് ചെയ്യും? പിന്നെ കർത്താവരെന്ന് ഈ ലെവ്യ പുസ്തകം 20-6 പറയുന്നുണ്ട്, വെളിച്ചപ്പാടന്മാരുടെയും മന്ത്രവാദികളുടെയും പിന്നാലെ നീ പരസംഗം ചെയ്യരുതെന്ന്. കണ്ട, നമ്മളെ ഒത്തിരി കഷ്ടം വരുമ്പോഴത്തേക്ക് ശൗല് ചെയ്തില്ലേ? വെളിച്ചപ്പാടിനോട് ചോദിക്കാൻ പോകും. അതൊക്കെ ദൈവത്തിന് സഹിക്കുന്നില്ല. വെളിച്ചപ്പാടത്തിയുടെ എടുക്കും. പിന്നെന്താ? മന്ത്രവാദം ചെല്ലുന്നെടുക്കും. നീ നിൻ്റെ സന്തതികളെ പറഞ്ഞു വിടരുത്. നമ്മളോട് കരയാം, കർത്താവിനോട് സങ്കടം പറയാം. കർത്താവെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ റൈറ്റ് നൗ ഈ വചനം ചെന്നിട്ട് ഹുക്ക് പോലെ അവരെ പൊക്കിയെടുത്ത് അവിടുന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനമല്ലേ നമുക്കിപ്പോൾ ഞാൻ പറയാം, വചനം ദൈവമാണ്, ദൈവം വചനമാണ്. അപ്പോൾ ദൈവം വന്നോന്ന് ചോദിച്ചാൽ ഞാൻ ദൈവത്തെ കണ്ടില്ല. പക്ഷെ ദൈവമുണ്ട്, കാരണം ദൈവവചനമാണ് പറയുന്നത്. ദൈവം വചനമാണ്. ദൈവത്തിനിപ്പം മനുഷ്യരൂപത്തിൽ വന്ന് നിൽക്കാനൊക്കത്തില്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. അത് നമ്മുടെ ശരീരം എടുത്ത് ദൈവം ഉപയോഗിച്ച് പറയിപ്പിക്കുന്നെങ്കിൽ ദൈവവചനത്തിന് അതേ ശക്തിയുണ്ട്. നടക്കും. അത് നടത്തുന്ന ദൈവമാണ്. കർത്താവ് 1 ദിനവൃത്താന്തം 10:13 ഇങ്ങനെ പറയുന്നു, ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമം ഹേതുവായിട്ട് യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. ചെറിയ കാര്യമല്ല. ഇത്ര ലാഘവമായിട്ട് നമ്മൾ പ്രശ്നം വെച്ച് നോക്കാം, അല്ലെ അപ്പുറത്ത് ചെന്ന് കണിയാനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്നവരില്ലേ? ഉണ്ട്. തുറന്നു പറഞ്ഞാൽ ചിലപ്പം ഭയം വരും. അവിടേക്ക് നടക്കുന്നുണ്ട്, ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉണ്ട്. അഴിഞ്ഞു പോകണം. 68-ാം സങ്കീർത്തനത്തിൻ്റെ 20 പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. എൻ്റെ ദൈവമാണ് ഉദ്ധരിക്കുന്നത്. ഞാൻ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് യഹോവേ, കർത്താവ് യഹോവയ്ക്കുള്ളതാകുന്നു. ഇതേ വചനം തന്നെ ചെന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ചെങ്ങന്നൂർ പുത്തങ്കാവിലൊരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചേച്ചു വന്നു. അവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി. നമ്മൾ വചനം പറഞ്ഞ് എല്ലാ പിശാചുക്കളുടെ ദുഷ്ടശക്തികളെയൊക്കെ അഴിച്ച് പരിശുദ്ധാത്മാവിൽ വചനം കൊണ്ട് ശുദ്ധീകരിച്ച് കഴിഞ്ഞിട്ട്, ദൈവം ഏതിനും വേറൊന്നും കാണല്ലേ, കുറച്ച് ദിവസം ദൈവവചനം മാത്രം വായിക്കുക എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോൾ ഹോമയാഗത്തിന് 40,000 രൂപ ചെലവഴിച്ച് ആരെ വിളിച്ച് പ്രാർത്ഥന നടത്തി. ദൈവം അന്ന് വളരെ കോപമായിട്ട്
ദൂത് തന്നു. മരണത്തിൽ നിന്നുള്ള ദൂക്കുപോക്ക് യഹോവയ്ക്കുള്ള. 1 മാസത്തിനകം ആ സ്ത്രീ മരിച്ചുപോയി. ചെറിയ കാര്യമല്ല. കർത്താവേ, അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാനായിട്ട്, അതായത് ദൈവഭയം എന്ന് പറയുന്നത് ദൈവം ഇട്ടുതരണം. ദൈവഭയം ഇട്ടുകൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ദൈവത്തെക്കുറിച്ചുള്ള ഭയം നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മളിൽ, സമൂഹങ്ങളിൽ, സഭകളിൽ, ചർച്ചുകളിലൊക്കെ ഉണ്ടാകണം. അപ്പോൾ ക്രിസ്തുവാകുന്ന മൂലക്കല്ലേ വേണം നമ്മൾ പണിയാൻ. നമ്മൾ യെശയ്യാ 28:16 പറയുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു, അതിൽ വിശ്വസിക്കുന്നവൻ ഓടി പോകയില്ല. യെശയ്യാ 28:16. എന്താ? യഹോവയായ കർത്താവ് പറയാണ്, ഇതാ ഞാൻ സിയോനിൽ. പഴയ നിയമത്തിൽ സിനായി പറഞ്ഞെങ്കിൽ ഇവിടെ സിയോൻ തന്നെ പറയുന്നത്, പഴയ നിയമത്തിൽ തന്നെയാണ് യെശയ്യായിൽ. സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ല് വിലയേറിയ മൂലക്കല്ലായി ഒരടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ വിശ്വസിക്കുന്നവൻ ഓടിപ്പോത്തില്ല. അതായത് മൂലക്കല്ലും അടിസ്ഥാനക്കല്ലും ദൈവത്തിൻ്റെ ഉറപ്പുള്ള കല്ലായിട്ട് നിൽക്കുന്നു എങ്കിൽ, ഞാൻ ഈ മൂലക്കല്ലിൽ ഉറച്ചു നിൽക്കുന്നെങ്കിൽ ഞാൻ വേറെ എങ്ങും ഓടിപ്പോകത്തില്ല. ഉണ്ടോ? 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 ഈ കൈതൊടാത്ത ഒരു കല്ല്, ദാനിയേൽ പറയുന്നില്ലേ, കൈതൊടാത്ത ഒരു കല്ല് വന്നിട്ട് വിഗ്രഹത്തിനെ ഒറ്റ അടി അടിച്ചതോടുകൂടി അവൻ ഭസ്മമായിപ്പോയെന്ന്. ചില കാര്യങ്ങളിൽ സ്വർഗത്തിലെ അപ്പച്ചൻ കൈ തൊടാത്ത കല്ല് വന്നിട്ട് ദുഷ്ടനെ ഇല്ലാതാക്കുന്ന കാലമാണ്. ശത്രു നശിച്ചു പോകും. കുറഞ്ഞെന്ന് കഴിയുമ്പം നമ്മൾ നോക്കും, ദുഷ്ടനെ കാണുന്നില്ല. പ്രാദേശികമായ സ്വദേശീയ പുല്ലുപോലെ അവൻ കിളിർത്ത് വന്നു. സങ്കീർത്തനം 30. പിന്നെ ഞാൻ അന്വേഷിച്ച് അവനെ കണ്ടില്ല. വചനം. മുകളിൽ നിന്ന് കൈ തൊടാത്ത കല്ല് വന്നിട്ട് ദുഷ്ടനെ നശിപ്പിക്കുന്ന ദിവസമാണെന്ന്. ശത്രു ഇല്ലാതാകും, സംശയമില്ല. ദൈവവചനത്തിന് ജീവനുണ്ട്, അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഒരു പ്രാവശ്യം കേട്ടാൽ പോരാ, പല പ്രാവശ്യം കേൾക്കുമ്പോൾ. കർത്താവിൻ്റെ വചനം പല പ്രാവശ്യം. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നോട് ദൈവം ഈ സെർമൺ ഓൺ ദ മൗണ്ട്, അതായത് കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം, ഒരേ ടോപ്പിക്ക് പലപ്പോഴും എടുക്കാറില്ല. പക്ഷെ ഒരേ ടോപ്പിക്ക് പല പ്രാവശ്യം 8 പ്രാവശ്യം ഞാൻ 8 സ്ഥലങ്ങളിൽ അത് പറയേണ്ടി വന്നു. ഞാൻ പിന്നെ അത് തന്നെ അങ്ങ് പറയിപ്പിക്കും. ഓരോ പ്രാവശ്യം ഞാൻ എടുക്കുമ്പോഴും പുതിയ തലത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുവന്ന് ഞാൻ കണ്ടു. അപ്പോൾ ഒരു പ്രാവശ്യം കേൾക്കുന്നതുകൊണ്ട് പോരാ, പല പ്രാവശ്യം. എല്ലാം കേൾക്കണം എന്നല്ല, ചിലതെങ്കിലും നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അത് വളർത്തിയെടുക്കണം. വചനം ഇല്ലാഞ്ഞിട്ടല്ല, വചനം സമീപമാണ്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാ നമ്മളോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കുകയാണ്. ഈ ദാനിയേലിൻ്റെ 2:19-22 കൈ തൊടാത്ത കല്ല് മുകളിൽ നിന്ന് വന്നിട്ട് ശത്രുവിന് വിഗ്രഹത്തിൻ്റെ മേൽ വീണു, അത് നിലത്ത് വീണു പൊടിയായിട്ട് ഭസ്മമായിപ്പോയി. അതല്ലേ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ കാണുകയില്ല. മലകളിനെ പൊട്ടിച്ച് പൊടിയാക്കുന്ന ദൈവം തൻ്റെ വചനമയച്ച് പൊടിയാക്കുകയാണ്. ദൈവം വചനമയച്ചാൽ അത് പ്രവർത്തിക്കും. അത് പ്രവർത്തിച്ചിട്ട് അത് പൊടിയാക്കി ഇന്ന് കണ്ട മിസ്രൈമിനെ ഇനി നീ കാണത്തില്ല എന്ന് പറയുക തന്നെയല്ല, ആ മിസ്രൈമർ തന്നെ ഇസ്രായേൽ ജനത രക്ഷപ്പെട്ടു പോയ ആ പാതയിൽ കൂടെ ആ വെള്ളത്തിൻ്റെ നടുക്കൂടെ പോവുകയും അവരുടെ മേൽ, മിസ്രൈമിൻ്റെ മേൽ ആ വെള്ളം തന്നെ തിരിച്ചു വരികയും അവർ വെള്ളത്തിൻ്റെ അടിയിൽ വന്ന് ഈ ഫറോൻ്റെ ഡൈനാസ്റ്റി, ഫറോൻ്റെ രാജ്യത്വം പോലും ഇല്ലാതാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ തിരമാലയായത് മാറി. ദൈവം എഴുന്നള്ളുമ്പോൾ ഉണ്ടല്ലോ, ഒരു ശത്രു നിൽക്കത്തില്ല. യഹോവ എഴുന്നള്ളുന്നു, ശത്രുക്കൾ ചിതറുന്നു. ആർക്ക് യഹോവ എഴുന്നള്ളിപ്പിക്കാനുള്ള കൃപയുണ്ട്, അത് വാങ്ങിച്ചെടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വന്ന് സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, ജീവനുള്ള കല്ല് യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ ഈ ദൈവത്തെ കണ്ട് ഉറച്ച പാറയാവുന്ന ക്രിസ്തുവിൽ ദാവീദ് പറയുന്നു, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശരണവും എൻ്റെ സങ്കേതവും എൻ്റെ സംഗീതവും എൻ്റെ എല്ലാമാണെന്ന് ദാവീദ് 18-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. കർത്താവ്, നീ ഞങ്ങളുടെ ഉറപ്പുള്ള പാറയാണ്. ഈ പാറ തന്നെ പഴയ നിയമത്തിൽ ജീവനായിട്ട് വെള്ളം കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന കർത്താവ്. പഴയ നിയമത്തിൽ പാറ 2ആയിട്ട് പിളർന്നിട്ട് ജീവജലം പകർന്നു കൊടുക്കുന്ന കർത്താവ്. ഇന്ന് പുതിയ നിയമത്തിൽ മൂലക്കല്ലായും
മൂലക്കല്ലായും ശോധന ചെയ്ത കല്ലായും കർത്താവെ വീട് പണിയുന്ന കല്ലായിട്ടും നീ വന്ന് നിന്ന് കഴിഞ്ഞിരിക്കുന്നു കർത്താവെ. നിന്നെക്കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കൂടുതൽ ആശ്രയിക്കും തോറും കൂടുതൽ നിൻ്റെ വചനം പകരാനും പകരുന്നതിൽ ശക്തി പകർന്ന് അനേകർക്ക് പ്രയോജനമാക്കാനും ഇടയാക്കുന്നതിന് നന്ദി കർത്താവേ. നീ തലമുറകളുടെ മേൽ നിൻ്റെ ഈ പാറമേൽ അവരാ പാറ അവിടെ നിൽക്കുന്നത് കാണണം. വേണ്ടാത്ത വഴിയിൽ പോകുമ്പോൾ ഈ പാറ അവിടെ നിൽക്കുക, തിരിച്ചുവിടുക ആളുകളെ. അത് ദൈവത്തിൻ്റെ ജോലി. നേരെയുള്ള വഴിയിൽ പാറയ്ക്കകത്ത് നീ നിർത്തിക്കൊണ്ട് കൊണ്ടുപോയി കാര്യം ചെയ്യിപ്പിക്കും. നിൻ്റെ സത്യത്തിൻ്റെ ആത്മാവ് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും ഫോളോ അപ്പ് ചെയ്ത് കർത്താവ് പുറകെ നടന്ന് ഞങ്ങളെ നെല്ല് വഴിയിൽ കൊണ്ടാക്കി നേരെയുള്ള വഴിയിൽ കൊണ്ടുവന്ന് നിത്യമായ ജീവന് നിത്യരക്ഷയെ തന്നതിന് സ്തോത്രം. അപ്പച്ചനെ ഒരു കാര്യം ചെയ്താൽ ഉറച്ചു നിൽക്കുന്നത് പോലെ ഞങ്ങളും എന്തെല്ലാം പ്രശ്നം വന്നാലും നിന്നിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ. വഴിതെറ്റിപ്പോയവരിതാ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.